السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ നമ്മളെല്ലാമെല്ലാമായ സയ്യിദ് മസ്ഊദ് തങ്ങളടക്കമുള്ള സാദാത്യങ്ങളെ, മറ്റ് ഉസ്താദുമാരെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണ്ണ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ അല്ലാഹു തആല ആക്കിത്തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാം എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സ്വലാത്തിൻ്റെ മജ്ലിസാണ്. നമുക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ, നമുക്ക് വലിയ അഭയകേന്ദ്രമായ, ആർക്കും എപ്പോഴും ഏത് വിഷമത്തിനും ഒരു പരിഹാരമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളെല്ലാമായ സയ്യിദ് ഖുറത്തു സാദാത്ത് അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല. ഒരുപാട് ആളുകൾ പലപ്പോഴും പറയാറുള്ളത്, സയ്യിദ് അവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സയ്യിദ് അവറുകൾ അടുത്തുപോയി ഒരു കാര്യം പറഞ്ഞാൽ, ഏത് വിഷമം പറഞ്ഞാൽ, പ്രയാസം പറഞ്ഞാൽ അവിടുന്ന് ബദിരീങ്ങളെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകളുടെ പല മാരകമായ രോഗങ്ങൾ, പല വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറിയിട്ട് അനുഭവങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സയ്യിദ് അവറുകൾ ഇന്ന് നമ്മളിൽ നിന്നും മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്നും മഹാനവറുകളുടെ മദദ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സയ്യിദ് അവറുകൾ ഈ ലോകത്തോടൊന്നും വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷയാണ് അവിടുത്തെ മക്കൾ, ബഹുമാനപ്പെട്ട മസ്ഊദ് തങ്ങളും അതോടൊപ്പം അവിടുത്തെ അനിയൻ മുസ്അബ് തങ്ങളും. ആ കുടുംബം നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അല്ലാഹു തആല സദാത്യങ്ങൾക്ക് നല്ല ആഫിയത്ത്, ബർക്കത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, സയ്യിദ് അവറുകളുടെ അവസ്ഥയും ജീവിതവും നമ്മൾ ഓരോരുത്തരും കണ്ടവരാണ്. അവിടുത്തെ വളരെ വിനയമായ ജീവിതം, ഒരു തലക്കനയില്ലാത്ത ജീവിതം. പലപ്പോഴും അവിടുത്തെ വേഷം കാണുമ്പോൾ, അവിടുത്തെ ആ നടത്തം കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സയ്യിദ് അവറുകളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. അവിടുത്തെ ജീവിതം നമുക്കറിയാം. അവിടുന്ന് ഖത്മുൽ ഖുർആൻ ഓതിയ കഥകൾ നമ്മൾ കേട്ടവരാണ്. പടച്ച റബ്ബിലേക്ക് അടുത്ത്, അള്ളാഹുവിലേക്ക് ധാരാളം ഖത്മുകൾ ഓതി, ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി റബ്ബിലേക്ക് അടുത്തപ്പോൾ ആ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾക്ക് അള്ളാഹു തആല വലിയ ഫലം നൽകുകയാണ്. നിങ്ങൾക്ക് ആ രോഗം വേണ്ട, അത് മാറും, ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓപ്പറേഷൻ ഇല്ലാതെ അങ്ങോട്ട് ശിഫയാകും. അവിടുത്തെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു ഹയാത്ത് കാലത്തിലുണ്ടായിരുന്ന പല ആളുകളും കൊതിച്ചത്. അവിടുത്തെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞു കിട്ടണം. ആ പറച്ചിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കതിന് പരിഹാരമുണ്ടായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് നമ്മൾ കുടുംബക്കാരാണ്. നമ്മളോടുണ്ടായിരുന്ന ആ സ്നേഹവും വാത്സല്യവും നമുക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. സയ്യിദ് അവറുകൾ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കഴിഞ്ഞ ഉറൂസ് മുബാറക്ക് കഴിഞ്ഞ സമയത്ത് മദ്ഹറിൽ വന്നിട്ട് തിരിച്ച് പോകാൻ സമയത്ത് വീണ്ടും തിരിച്ച് മദ്ഹറിലേക്ക് വരികയും ഞങ്ങളുടെ റൂമിലേക്ക് വരികയും കുടുംബത്തോട് ഒരുപാട് സന്തോഷങ്ങൾ കൈമാറി അവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മറ്റു സ്ഥലത്തും ഭക്ഷണം കഴിച്ചിട്ട് പോലും കുടുംബത്തെ സന്തോഷിപ്പിക്കാമെന്ന ലക്ഷ്യത്തോട്, ആ കുടുംബത്തിന് സ്നേഹം കൊടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി എത്രയോ തിരക്കുണ്ടായിട്ട് പോലും ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപാട് തിരക്കുകളും മറ്റ് പരിപാടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തിരക്കുണ്ടായിട്ട് പോലും
പോയ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് വന്ന് വീണ്ടും എനിക്ക് ബ്രെഡ് വേണം, ബ്രെഡും ആംപ്ലേറ്റും വേണം എന്നൊക്കെ പറഞ്ഞ് പലതും ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്നും എൻ്റെ പെങ്ങന്മാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷങ്ങളും സ്നേഹങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു ആ സയ്യിദ് അവരുടെ അവസാനമായിട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു. ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകും. ഒരുപാട് തമാശകളും സന്തോഷങ്ങളും ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവിടെ നമുക്ക് നൽകിയിരുന്നു. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ അവിടുന്ന് പരിഹാരം തന്നിരുന്നു. എന്തിനും പരിഹാരമായിരുന്നു. അത് വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, അതെല്ലാം ശരിയാവും, അതിനൊക്കെ പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ് വല്ലാത്തൊരു പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരികയും പിന്നീട് അതിനൊക്കെ പലപ്പോഴും പരിഹാരം കിട്ടിയ അനുഭവങ്ങൾ പറയാൻ കഴിയും. നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. ഇനി നമുക്ക് വലിയ അത്താണിയാണ്, അഭയമാണ് അവരുടെ മക്കൾ. അല്ലാഹു തആല ആ മക്കള് നമ്മളെ വിളിക്കുമ്പോൾ, അവർ നമ്മൾക്ക് വേണ്ടി ഉപദേശം തരുമ്പോൾ, അവർ നമുക്ക് ദുആ ചെയ്തു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് വാപ്പയാണ്. അത് വാപ്പയെ പോയി കാണാൻ നമുക്ക് കഴിയണം. അതാണ് ഇനി നമ്മൾ സയ്യിദ് അവറുകളോട് കാണിക്കേണ്ട സ്നേഹം. സയ്യിദ് അവറുകളുടെ കാലത്ത് നമ്മൾ സയ്യിദ് അവറുകളോട് എത്രത്തോളം സ്നേഹം കാണിച്ചിട്ടുണ്ടോ ആ സ്നേഹം ഇനി മുറിയാതെ ആ മക്കളെ നമ്മൾ കാണണം. ആ മക്കളോട് ആ ബഹുമാനം നമ്മൾ കാണിക്കണം. അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. ഇവിടെ സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കാൻ പോവുകയാണ്. സയ്യിദ് അവറുകൾ തുടങ്ങി വെച്ച സ്വലാത്തിൻ്റെ മജ്ലിസാണ്. അത് എല്ലാ മാസവും സയ്യിദ് അവറുകൾ ഹയാത്ത് കാലത്ത് എല്ലാ മാസവും സലാത്തിന് വന്നിരുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ സയ്യിദ് അവറുകൾ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വരാതിരിക്കല്ല വേണ്ടത്. അത് സ്ഥിരമായി കൂടുമ്പോഴാണ് നമുക്ക് ആ ബന്ധം കിട്ടുകയുള്ളൂ. നാം ഓരോരുത്തരും ഈ ദുനിയാവിൽ നമ്മൾ ഓരോരുത്തരും കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം. സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, പലതുണ്ട് അല്ലെ? സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? പടച്ച റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അല്ലേ? പടച്ച റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മറ്റു സന്തോഷങ്ങളെക്കാളും ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖാക്കി തരുമാറാകട്ടെ. നമുക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? അള്ളാഹുവിലേക്ക് അടുത്തവരിലേക്ക് നമ്മൾ അടുക്കുക, പടച്ച റബ്ബിലേക്ക് അടുത്തവരിലേക്ക് നമ്മൾ അടുക്കുക. അതിലൂടെ പടച്ച റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, നമുക്കറിയാം അവിടുത്തെ ദിക്റുകളെ കുറിച്ച് ഖത്മുൽ ഖുർആൻ ഓതിയ കടന്നെടുക്കുമ്പോൾ ആ റബ്ബിലേക്ക് അടുത്ത ജീവിതമായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവരെ, അവിടത്തോടുമുള്ള ആത്മീയ ബന്ധം നമ്മളെപ്പോയി നിലനിർത്തുമ്പോൾ അതിലൂടെ പടച്ച റബ്ബിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയും. അതെങ്ങനെയാണ് എടുക്കാൻ കഴിയുക? അവരിലേക്ക് ധാരാളം ഫാത്തിഹ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക. അതൊരു ഫാത്തിഹ ആക്കരുത്, ധാരാളം ഫാത്തിഹകൾ, നമുക്ക് കഴിയുന്ന പരമാവധി ഹദിയകൾ അവിടത്തേക്ക് ഇങ്ങനെ ഹദിയകൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് അടുക്കുമ്പോൾ അതിലൂടെ പടച്ച റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ കാരണമാവും. അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് എന്തെല്ലാം ഹയാത്ത് കാലത്ത് നടത്തി വന്നിരുന്നോ അതൊക്കെ നമ്മൾ തുടരണം. അവിടുന്ന് നേതൃത്വം കൊടുക്കുക. അവിടുന്ന് എന്തെല്ലാം പരിശുദ്ധ ദീനിന് വേണ്ടി എന്തെല്ലാം ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ടോ അതെല്ലാം വളർത്താൻ, ഉയർത്താൻ, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി നാം ഓരോരുത്തരും അധ്വാനിക്കണം. അവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ നാട്ടിൽ, ഈ കൂറത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും, സുഖം നോക്കി വന്നവരല്ല, സുഖം പ്രതീക്ഷിച്ചു വന്നവരല്ല, അവർ പരിശുദ്ധ ദീനിന്റെ ദഅവത്ത് ഉദ്ദേശിച്ചു വന്നതായിരുന്നു. അവരെ നാടും വീടും കുടുംബവും എല്ലാം വിട്ട് ഈ പ്രദേശത്ത് വരുമ്പോൾ അവർക്ക് വലിയ സുഖം കിട്ടിയിട്ട് വന്നതല്ല, അള്ളാഹുവിൻ്റെ ദീനായിരുന്നു അവിടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് നടത്തി വന്ന എന്തെല്ലാം ഖൈറായ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നടത്താൻ വേണ്ടി തയ്യാറാവണം.
ഈ സ്വലാത്തിൻ്റെ മജ്ലിസ് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഇവിടെ വരുന്നവർക്ക് അള്ളാഹു തആല വലിയ അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. സയ്യിദ് അവരുടെ കറാമത്ത് അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അവിടുത്തെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. നമുക്കറിയാം ഇന്നത്തെ ദിവസം ദുൽഹജ്ജ് മാസം നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ്. ഇനി പുതിയൊരു വർഷം മുഹറം വർഷം നമ്മൾക്ക് വരാൻ പോവുകയാണ്. അടുത്ത വർഷം നാം ഉണ്ടാവോ, നമ്മൾക്ക് എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം ആകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും കഴിഞ്ഞുപോയ വർഷങ്ങളെപ്പോലെ ഒരിക്കലും ഈ വർഷമാകരുത്. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കൂട്ടത്തിൽ സലാത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഖൽബിലുണ്ടാകേണ്ട നിയ്യത്ത്, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസിൽ കൊണ്ട് എനിക്ക് പുറത്തു കിട്ടണം. അൽഹംദുലില്ലാഹ്, നമുക്ക് പ്രഭാഷണം നടത്താനുള്ള ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ, ബർക്കത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി സേവനം ചെയ്യാനുള്ള തൗഫീഖ് അവർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്തിൻ്റെ മജ്ലിസ് നാം സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഒരുപാട് ധാരാളം ഖൈറ് ചെയ്യാൻ തൗഫീഖുള്ള, ഇബാദത്തിന് തൗഫീഖുള്ള വർഷമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാവണം. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടണമെന്ന ചിന്ത ഉണ്ടാവണം. ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ കാരണവർ, ബഹുമാനപ്പെട്ട രാമന്തളി മുഹമ്മദ് കോയത്തങ്ങൾ, വലിയ കാരണവർ മുഹമ്മദ് കോയത്തങ്ങൾ, അവര് എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന സമയത്ത് അവര് ഹറമിൽ കൂടും. അറിയില്ല, ഹറമിൽ കൂടാറുണ്ട്. എന്താ? ദുൽഹജ്ജ് മാസം വർഷത്തിന്റെ അവസാനവും വർഷത്തിന്റെ തുടക്കവും അത് ഹറമിലാവട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട്, വർഷത്തിന്റെ അവസാനവും തുടക്കവും ഹറമിലാകുക എന്ന് ഉദ്ദേശിച്ച് പലപ്പോഴും ഹറമിൽ കൂടുകാരുണ്ടായിരുന്നു. ഹജ്ജ് കഴിഞ്ഞാലും അവർ അതിനു വേണ്ടി കാത്തു നിൽക്കും, അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാറുള്ളൂ. അങ്ങനെയായിരുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് വലിയ സൗഭാഗ്യമാണ് ഈ മജ്ലിസ്, നമുക്ക് വലിയ ഭാഗ്യമാണ് ഈ മജ്ലിസ്. അൽഹംദുലില്ലാഹ്, നല്ലൊരു മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസിൽ കൂടിയിട്ട് അൽഹംദുലില്ലാഹ് നമുക്കൊരു പുതിയ വർഷത്തെ സ്വീകരിക്കാനുള്ളൊരു അവസരമാണ്. അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ആ നിയ്യത്തിലായി ഇവിടെ നിന്ന് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഖൽബിൽ ആ നിയ്യത്തുണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ അല്ലാഹു പൊരുത്തപ്പെടുന്ന നല്ലൊരു ജീവിതം ഉണ്ടാവണം. നമുക്ക് എത്ര വയസ്സ് ജീവിക്കുമെന്നറിയില്ല. എൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടണം, അള്ളാഹുവിലേക്ക് നാം അടുക്കണം. നല്ലൊരു ജീവിതം എനിക്കുണ്ടാവണം, ഒരു വിഷമമില്ലാത്ത, പ്രയാസമില്ലാത്ത, ഒരു നിലക്കും സങ്കടങ്ങൾ ബേജാറുകളില്ലാത്ത നല്ലൊരു വർഷമായിട്ട് എൻ്റെ വരും മുഹറം വർഷങ്ങളായിരിക്കണം. മുഹറം മുതൽ നമ്മൾ തൊട്ട് അങ്ങോട്ടുള്ള വർഷങ്ങളാവണമെന്നുള്ള നല്ലൊരു നിയ്യത്തിലായിരിക്കണം ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടേണ്ടത്. അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് സ്വലാത്ത് നടക്കാൻ പോകുന്നു. എല്ലാ പ്രവർത്തനവും അള്ളാഹു കബൂലാക്കി തന്നു. അള്ളാഹു തആല നമ്മളൊക്കെ ആഖിബത്ത് നന്നായി മരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു തആല ആക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഇസ്സത്ത് നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളിലും രോഗങ്ങളിലും കടങ്ങളിലും എല്ലാ നിലക്കുള്ള സങ്കടങ്ങളിലും ബേജാറുകളും അള്ളാഹു തആല നമ്മളൊക്കെ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു തആല ഇവിടെ വരുന്ന സാഹിര്യങ്ങൾ, ഇവിടത്തേക്ക് സംഭാവനകൾ നൽകുന്നവർ, നേർച്ചകൾ നൽകുന്നവർ, ഇവിടുത്തെ വളണ്ടിയർമാർ, ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഈ ഉറൂസിന് വേണ്ടി പല നാടുകളിൽ നിന്നും ഇതിനു വേണ്ടി പ്രചരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരുണ്ട്. എല്ലാവരെയും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. സയ്യിദ് അവരുടെ മദദും ദില്ലും നമുക്കും എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിഹഖി സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.